അനുമോദിച്ചായിരുന്നു മലപ്പുറത്ത് നിന്നും. അനുമോദ്, എന്താണ് സാഹചര്യം? പോളിംഗ് ഉച്ചയാകുന്നു, ചൂട് കൂടുന്നുണ്ട്, അതിൻ്റെ അനുസരിച്ച് ബൂത്തുകളിലെ ഒരു തിരക്ക് കുറയുന്നുണ്ടോ? ആ ട്രെൻഡ് ഉണ്ടോ? സജിത്ത്, ബൂത്തുകളിലെ തിരക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വല്ലാതെ ഉയരുന്നില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം ഇവിടെ 15% മുകളിൽ പോളിംഗ് ആയിട്ടുള്ളൂ. അതൊരു പക്ഷേ ഇപ്പോൾ 20-നോട് അടുത്തേക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂക്കോട്ടൂർ അറവങ്കര സ്കൂളിലാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഞാൻ നിൽക്കുന്നിടത്ത് അത്യാവശ്യം തിരക്കുള്ള ഒരു ബൂത്താണ്. ഇവിടെ മറ്റിടങ്ങളിലൊക്കെ നമ്മൾ പല ബൂത്തുകളിലും പോകുമ്പോൾ തിരക്ക് താരതമ്യേന നിയന്ത്രണ വിധേയമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നുള്ളത്. പ്രധാനമായിട്ടും തീരദേശ മേഖലകളിലൊക്കെ അറിയാൻ കഴിയുന്നത് തിരക്ക് അവിടെ എല്ലാ തവണയും ഉണ്ടാകുന്നത് പോലെ ഉയരുന്ന ഒരു സാഹചര്യമായിട്ടില്ല എന്നുള്ളതാണ്. ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം ഏറനാടിലാണ് ഏറ്റവും അധികം പോളിംഗ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും കുറവുള്ളത് കോട്ടക്കലാണ്. അപ്പോൾ ഈ തിരൂരിലൊക്കെ നമ്മൾ വലിയ ഒരു പോളിംഗ് പ്രതീക്ഷിച്ച സ്ഥലത്തൊന്നും പോളിംഗ് ഉയരുന്നില്ല എന്നുള്ളതാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 14% മുകളിൽ മാത്രമാണ് തിരൂരിലൊക്കെ പോളിംഗ് ഉള്ളത്. നമുക്കറിയാം, തിരൂരൊക്കെ വലിയ മത്സരം നടന്ന മണ്ഡലമാണ്. വി അബ്ദുറഹ്മാൻ്റെ താനൂരിൽ നിന്നുള്ള തിരൂരിലേക്കുള്ള മാറ്റവും അത് തുടർന്നുണ്ടായ വിവാദങ്ങളൊക്കെ തിരൂർ മത്സരത്തെ വലിയ തോതിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമാക്കിയിരുന്നു. പക്ഷേ അവിടെയൊന്നും ഈ പോളിംഗ് പ്രതീക്ഷിക്കുന്ന അത്രയും ഉയരുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എല്ലായിടത്തും നമ്മൾ കാണുമ്പോൾ സ്ത്രീകളുടെ ഒരു നിര വലിയ തോതിൽ തന്നെ പലയിടത്തും കാണുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഇതിനോടകം തന്നെ നിരവധി പോളിംഗ് ബൂത്തുകളിലൂടെ കടന്നു വന്ന് മലപ്പുറം, മഞ്ചേരി മണ്ഡലങ്ങളിലൂടെയാണ്. ഇവിടെയൊക്കെ തന്നെ സ്ത്രീകളുടെ ഒരു നിര കാണുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയുള്ള മണിക്കൂറുകൾ നമുക്കറിയാം, ചൂട് വല്ലാതെ കൂടി വരുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇനിയുള്ള മണിക്കൂറുകളിൽ 11 മണിക്ക് ശേഷം ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ മടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. പിന്നീട് ഒരു 3 മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും പോളിംഗ് വരിക. സാധാരണഗതിയിൽ മലപ്പുറത്ത് ഉച്ചയോടെ 50% മുകളിൽ പോളിംഗ് എത്തുന്ന ഒരു പതിവുണ്ട്. മലപ്പുറത്തിൻ്റെ ട്രെൻഡ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരു കണക്കുകളും സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ 50% മുകളിൽ പോളിംഗ് ഉച്ചയോടെ എത്തുന്നതാണ്. പക്ഷേ ഇത്തവണത്തെ ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം അങ്ങനെ ഒരു പോളിംഗിൽ വർധനമുണ്ടാകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്നാണെങ്കിലും UDF-നെ സംബന്ധിച്ച് മലപ്പുറത്ത് പോളിംഗ് ശതമാനം കൂടുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്തവണ തവനൂരും പൊന്നാനിയുമാണ് വലിയ പോരാട്ടമെങ്കിലും ഈ രണ്ടിടത്തും അവസാന ഘട്ടത്തിൽ UDF വലിയ വെല്ലുവിളിയാണ് LDF ഉയർത്തുന്നതെന്നാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് പോലും വോട്ട് UDF-ന് അനുകൂലമായിട്ട് എത്തുന്ന ഒരു ആത്മവിശ്വാസം അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തവനൂരിലൊക്കെ പൊന്നാനിയൊക്കെ സാധാരണഗതിയിൽ പോളിംഗ് ശതമാനം കൂടുമ്പോൾ LDF-നാണ് ആത്മവിശ്വാസമെങ്കിൽ ഇത്തവണ പോളിംഗ് ശതമാനം കൂടാനാണ് തീരദേശ മേഖലകളിലൊക്കെ UDF-ഉം കാത്തിരിക്കുന്നത്. മാറി വരുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ, സ്വഭാവങ്ങൾ, അതൊക്കെ ഈ ഒരു പോളിംഗിൻ്റെ രീതിയെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന ഒന്നാണ്. വലിയ ആത്മവിശ്വാസം UDF-നുണ്ട്. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിലെ പോളിംഗ് ശതമാനം കൂടുമ്പോൾ അവരെ സംബന്ധിച്ച് കണക്ക് കൂട്ടിയ പോലെ തന്നെ വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് UDF കേന്ദ്രങ്ങളൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. സജിത്ത്, മലപ്പുറത്തെ സാഹചര്യം അതാണ്. എന്തായാലും മലപ്പുറം UDF-ന് വലിയ പ്രതീക്ഷയുള്ള ഇടമാണ്. മുസ്ലിം ലീഗിൻ്റെ കോട്ടയാണ് പലയിടങ്ങളും. അതുകൊണ്ട് തന്നെ അവിടെ പോളിംഗ് ശതമാനത്തിൻ്റെ ഏറ്റക്കുറിച്ചിലുകളൊക്കെ UDF-ൻ്റെ സാധ്യതകളെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നതുണ്ട്. പക്ഷേ മലപ്പുറത്ത് കഴിഞ്ഞ തവണ വിജയിച്ച CPM-ൻ്റെ 3 മണ്ഡലങ്ങൾ, അവിടുത്തെ സാഹചര്യം എന്താ എന്നത് പ്രധാനപ്പെട്ടതാണ്. പൊന്നാനി, താനൂർ, ഒപ്പം തന്നെ തവനൂർ പോലെ ഇടങ്ങൾ. അവിടെ അബ്ദുറഹ്മാൻ തവണ തിരൂരേക്ക് മാറി മത്സരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് അവിടെയും നിർണായക സാഹചര്യം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മലപ്പുറവും സംസ്ഥാനത്തിൻ്റെ ശരാശരിക്കൊപ്പം പോളിംഗ് ശതമാനം ഉയർന്നു വരുമെന്ന് നമുക്ക് കരുതാം. പ്രധാന പോര് നടക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ ഉയർന്ന പോളിംഗ് ശതമാനം എന്നതാണ് ഇതുവരെ പുറത്തു വരുന്ന കണക്കിൻ്റെ സൂചനകൾ. അത് അവിടുത്തെ മത്സര ചിത്രം അതിൻ്റെ സൂചനകൾ കൂടി പങ്കുവയ്ക്കുന്നതാണ്. വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. 3 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു പോളിംഗ് ആരംഭിച്ചിട്ട്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രതിഫലനമുണ്ടാകും. ഇനി അങ്ങോട്ടേക്ക് വലിയ ചൂട് അനുഭവപ്പെടും. അതുകൊണ്ട് പോളിംഗ് ബൂത്തുകളിൽ അല്പം തിരക്ക് കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ ആരും പിന്നോട്ട് നിൽക്കുന്നതിന് ഇടവെക്കില്ല. മറിച്ച് ചൂട് കുറയുന്ന സമയത്തും സാഹചര്യങ്ങൾ നോക്കി വന്ന് എല്ലാവരും പോളിംഗ് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ അങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംസ്ഥാനത്ത് അക്രമ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്ന ചിലയിടങ്ങളുണ്ട്. കണ്ണൂർ ഇത്തവണ പ്രധാനപ്പെട്ട ഇടമാണ്. CPM-ൻ്റെ വിമത നീക്കമൊക്കെ നടന്ന സ്ഥലമാണ്. അവിടെ എന്തെങ്കിലും സംഘർഷ സാഹചര്യങ്ങൾ ഉണ്ടാക്കുമോ? ഒരു പക്ഷേ പോളിംഗിന് ശേഷം അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാനുള്ള കരുതലുണ്ട്.
MT രമേശ് BJP നേതാവ് മാധ്യമങ്ങൾ. കേരളത്തില് ഈ പ്രാവശ്യം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. പരമ്പരാഗതമായിട്ടുള്ള കേരളത്തിന്റെ ഒരു വിശ്വാസം ഈ തെരഞ്ഞെടുപ്പോടുകൂടി തകരും. കേരളം രണ്ട് മുന്നണികൾക്കിടയിൽ മാത്രം ധ്രുവീകരിക്കപ്പെട്ടതാണ് എന്നുള്ള ഒരു പരമ്പരാഗത വിശ്വാസം മലയാളികളുടെ മനസ്സിലുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി മാറുകയാണ്. കേരളത്തിൽ ഒരു മൂന്നാം ബദൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും രണ്ട് മുന്നണികൾക്കുമെതിരായിട്ടുള്ള ജനാഭിപ്രായത്തെയും ജനവികാരത്തെയും ഫലപ്രദമായി പ്രതിഫലിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഫലം തെരഞ്ഞെടുപ്പിലുണ്ടാകും. അതുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ ഒരു നിർണായകമായിട്ടുള്ള ശക്തിയായിട്ട് മാറും. കേരളത്തിൽ സംഘടിത മതവിഭാഗങ്ങളെ പ്രീണിപ്പിച്ചാൽ മാത്രമേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന LDFയും UDFന്റെയും നിലപാട് അതിപ്രാവശ്യം തിരുത്തി കുറിക്കപ്പെടുകയും ചെയ്യും. മത സാമുദായിക വർഗീയ ശക്തികൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിലനിൽപ്പുണ്ടാവില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഈ പ്രാവശ്യം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. BJP വ്യാപകമായി പണവും അതുപോലെ തന്നെ സമ്മാനങ്ങളും ഒക്കെ ഒഴുക്കുകയാണെന്ന് പാലക്കാട് പണം കൊടുക്കുന്നതിന് ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. തൃശ്ശൂരിലാണെങ്കിൽ കിറ്റ് വിതരണം ചെയ്യുന്നു. കോഴിക്കോട് സൗത്തിനെ കുറിച്ച് ഇന്നലെ LDF പരാതി കൊടുത്തിട്ടുണ്ട്, വ്യാപകമായി പണം കൊടുക്കുന്നതായി. അല്ല, കേരളത്തിൽ സാധാരണ തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം ചെയ്യുന്നത് LDFും UDFുമാണ്. അതുകൊണ്ട് അവർക്ക് അതിൽ വലിയ എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റുള്ളവരും ഇങ്ങനെ ചെയ്യുന്നു അവർക്ക് ബോധ്യമാവുക. BJP ഏതായാലും അത്തരം ആളുകളെ സമ്മർദ്ദത്തിലാക്കാനോ പ്രലോഭിപ്പിക്കാനോ ഒന്നും BJP ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് തെളിയിക്കാൻ കൂടിയുള്ള ബാധ്യതയുണ്ട്. നേരത്തെ തൃശൂരിൽ ഇത് സംബന്ധിച്ച് ഒരു പരാതി വന്ന സമയത്ത് പോലീസ് ഇതിനെ അന്വേഷിച്ച് തള്ളിക്കളഞ്ഞിട്ടുള്ള കേസാണ്. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം BJPയുടെ അക്കൗണ്ടിലേക്കാണ് എന്ന് പറയുന്ന അർത്ഥമില്ല. ഇവിടെ അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. ഞങ്ങൾ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള വേവലാതി ഞങ്ങൾക്കില്ല. അന്വേഷിക്കേണ്ട ആളുകൾ അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് കാര്യങ്ങൾ സത്യം ബോധ്യപ്പെടട്ടെ. അല്ല, അത് അന്വേഷിക്കുകയാണല്ലോ. അത് അന്വേഷിക്കുകയാണല്ലോ. ജില്ലാ കലക്ടർ അന്വേഷിക്കുകയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കുകയാണ്, പോലീസ് അന്വേഷിക്കുകയാണ്. അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ സത്യം പുറത്തു വരട്ടെ. ഞങ്ങളതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്, സ്ഥാനാർത്ഥിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അതിനെ സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെ. നമുക്ക് അതിന് പേരെ കാത്തിരിക്കാല്ലേ. ഏതായാലും ദൃശ്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് എങ്ങനെയെങ്കിലും ചിത്രീകരിക്കപ്പെടാം. ദൃശ്യത്തെ അന്വേഷിക്കണം. ഞങ്ങൾ അന്വേഷിക്കേണ്ടെന്നല്ലോ പറയുന്നത്. ഞങ്ങൾ ഏതായാലും ആർക്കും പണം കൊടുത്ത് വോട്ടർമാരെ പ്രലോഭിപ്പിക്കാൻ BJP ഒരു ഘട്ടത്തിലും എവിടെയും തയ്യാറായിട്ടില്ല. അത്തരം സമീപനങ്ങൾ എതിർക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ. അങ്ങനെ പാടില്ല എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഇത് സംബന്ധിച്ച് പരാതികളുണ്ടാകും, അന്വേഷിക്കട്ടെ. പക്ഷെ പരാതിപ്പെടുന്നവർക്ക് തെളിവ് കൂടി കൊടുക്കാൻ ബാധ്യതയുണ്ട്. അവർ പരാതിപ്പെട്ട ആളുകൾ തെളിവ് കൊടുക്കട്ടെ, അന്വേഷിക്കട്ടെ. ഞങ്ങൾക്ക് അന്വേഷണ വിശ്വാസമുണ്ട്. അല്ല, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കമന്റ് പറയുന്നില്ല. അവിടുത്തെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ തന്നെ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരായിട്ട് വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവർക്കെതിരായിട്ട് പ്രചരണം നടത്തുന്നു എന്ന് അവർ തന്നെ പരാതിപ്പെട്ടിട്ടുണ്ട്. അവരെ പരാതി അന്വേഷിക്കണം. അവിടെ കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ച പരാതി അന്വേഷിക്കണം. ദൃശ്യങ്ങൾ കാണുന്ന ചില ആളുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ കൂടെ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഏതാണ് ഒറിജിനൽ ദൃശ്യം, ഏതാണ് കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം അറിയട്ടെ. അത് അന്വേഷിക്കാൻ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് സത്യാവസ്ഥ പുറത്തു വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. പാലക്കാട് BJP ജയിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ വേവലാതി. വേറെ എവിടെയും ഈ വേവലാതിയില്ലല്ലോ. ഞങ്ങളിപ്പോൾ ഒരാൾക്ക് പൈസ കൊടുത്തിട്ടാണ് ജയിക്കാൻ വേണ്ടി പോകുന്നത്. പാലക്കാട് വലിയ ഭൂരിപക്ഷത്തിൽ ഇപ്രാവശ്യം ശോഭാ സുരേന്ദ്രൻ വിജയിക്കും. അതെല്ലാവർക്കും ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് മിനിയാന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമാപന പരിപാടിയിൽ ആയിരക്കണക്കിന് സ്ത്രീകളാണ് അവിടുത്തെ റോഡ് ഷോയിൽ പങ്കെടുത്തിട്ടുള്ളത്. MT രമേശാണ് മാധ്യമങ്ങളെ കണ്ടത്. BJPക്കെതിരായ പണം കൊടുത്ത് വോട്ട് തേടുന്നു എന്ന ആക്ഷേപങ്ങളെ അദ്ദേഹം തള്ളിക്കളയുകയാണ്. ഒപ്പം പാലക്കാട് വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് MT രമേശും പങ്കുവയ്ക്കുന്നത്. ഒരു ഇടവേളയാണ് മടങ്ങിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.